എന്ത് വില കൊടുത്തും തന്റെ രാജ്യത്തിന്റെ സൈനിക ശക്തി വർദ്ധിപ്പിക്കുക എന്നത് കിം ജോങ് ഉൻ എന്ന ഉത്തര കൊറിയൻ പരമാധികാരിയുടെ ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. അതിന്റെ ഭാഗമായി കിം എടുത്തിരിക്കുന്ന ഒരു പുതിയ നീക്കമാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഉൻ അസാധാരണമായൊരു നീക്കം നടത്തിയിരിക്കുന്നുവെന്നും തന്റെ ഏറ്റവും ആഡംബര വസതികളിലൊന്നായ വിന്റർ പാലസ് എസ്റ്റേറ്റിനുള്ളിലെ നിരവധി കെട്ടിടങ്ങൾ തകർത്തു കളയാൻ ശ്രമിച്ചു എന്നുമാണ് റിപ്പോർട്ട്. കിം ജോങ് ഉന്നിന്റെ റിയോക്പോ പാലസ് വസതി നീക്കം ചെയ്യുകയും പുനർനിർമ്മിക്കുകയും ചെയ്യുകയാണെന്ന് പുതിയ റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. കിം ജോങ് ഉന്നിന്റെ റിയോക്പോ വസതി പൊളിച്ചു മാറ്റാൻ കിം ഉത്തരവിട്ടു എന്നാണ് പറയപ്പെടുന്നത്. അറ്റ് നോബഡി ജർമൻ എന്ന അക്കൗണ്ടാണ് ഇതിന്റെ സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ എക്സിൽ പോസ്റ്റ് ചെയ്തത്. ഒന്നും മുന്നിൽ കാണാതെ വെറുതെ ഇത്രയും വലിയൊരു കെട്ടിട പൊളിച്ചു മാറ്റൽ നടപടി കിം എടുക്കില്ലെന്നും പ്യോങ്യാങ്ങിലെ സൈനിക പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുന്നതിന്റെ സൂചനയായിരിക്കാം ഈ നടപടി എന്നുമൊക്കെയാണ് വിദഗ്ധർ സംശയിക്കുന്നത്. കിം തന്റെ ശൈത്യകാലം ചിലവഴിക്കുന്ന കൊട്ടാര സമുച്ചയമാണ് പ്യോങ്യാങ്ങിന്റെ പ്രാന്തപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന റിയോക്പോ കൊട്ടാരം. ഭൂരിഭാഗം ഉത്തര കൊറിയക്കാരും ജീവിക്കുന്ന മോശം അവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായി കിം എന്ന നേതാവിന്റെ സമ്പന്നമായ ജീവിതശൈലി എന്തെന്ന് കാട്ടിത്തരുന്ന ഒരു കൊട്ടാരമാണിത്. മുഴുവൻ നേതൃത്വ സമുച്ചയത്തിന്റെയും വലിപ്പം ഏകദേശം 12 കിലോമീറ്റർ സ്ക്വയർ, അതായത് 4.6 ചതുരശ്ര മൈലാണ്. കിം ജോങ് ഉന്നിന് സംരക്ഷണം നൽകാൻ പ്യോങ്യാങ്ങിന് പുറത്ത് 8 ഉത്തര കൊറിയൻ നേതാക്കളുടെ വസതികളെങ്കിലും ഉണ്ടായിരിക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എന്നാൽ ഈ വസതി പൊളിക്കുന്നതിന്റെ ഉദ്ദേശം ഇതുവരെയും ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. വടക്കൻ കൊറിയയിൽ വൻ മാറ്റങ്ങൾ സംഭവിക്കാൻ പോവുകയാണ് എന്നും അതിൽ സൈനികോപയോഗത്തിനുള്ള സ്വത്ത് കൈമാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുമെന്നും ഈ സമുച്ചയം പൊളിക്കൽ അതിന്റെ ഭാഗമാണെന്നും വിദഗ്ധർ കൂട്ടിച്ചേർത്തു. ഉത്തര കൊറിയ കേന്ദ്രീകരിച്ചുള്ള അനലിസ്റ്റ് ഗ്രൂപ്പായ NK Pro പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് പ്രകാരം സമുച്ചയത്തിന്റെ പ്രധാന പാർപ്പിട കെട്ടിടങ്ങളും സഹായ ഘടനകളും ഏപ്രിൽ 21-നും 25-നും ഇടയിലാണ് പൊളിക്കാൻ തുടങ്ങിയത്. ദേശീയ വികസനത്തിലും സൈനിക സൗകര്യങ്ങൾ ഏകീകരിക്കുന്നതിലും സൈന്യത്തിന് വിപുലമായ പങ്ക് നൽകാനുള്ള കിമ്മിന്റെ രൂപകൽപ്പനയുമായി ഈ നീക്കം ബന്ധപ്പെട്ടിരിക്കാമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ദക്ഷിണ കൊറിയയെ പ്രധാന ശത്രു എന്ന് മുദ്ര കുത്തുന്നതിനായി കിമ്മിന്റെ ഭരണകൂടം രാജ്യത്തിന്റെ ഭരണഘടന മാറ്റി എഴുതിയിരുന്നു. ഇതിനുശേഷമാണ് കൊട്ടാരം പൊളിച്ചു മാറ്റുകയാണ് എന്ന തീരുമാനത്തിലേക്ക് എത്തിയത്. ഇതുകൂടാതെ കിമ്മിന്റെ പിതാവ് കിം ജോങ് ഇൽ നിർമ്മിച്ച 100 അടിയുള്ള ഒരു സ്മാരകവും കിം ജോങ് ഉൻ പൊളിച്ചു മാറ്റിയിരുന്നു. പ്യോങ്യാങ് കൂടുതൽ ശേഷിയുള്ള ബാലിസ്റ്റിക് മിസൈലുകളുടെ സ്ഥിരമായ വികസനം തുടരുകയും ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിൽ പ്രമേയങ്ങളെ ധിക്കരിച്ച് ആണവായുധ പദ്ധതി തുടരുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഈ നീക്കങ്ങളെ വളരെ ശ്രദ്ധയോടെയാണ് ലോകരാജ്യങ്ങൾ കാണുന്നത്.